ഹലോ ഗെയിമേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യാൻ പോണ ഡിസ്കോഡ് ട്യൂട്ടോറിയൽ തന്നെയാണ്. നമ്മുടെ സെർവറിൻ്റെ ബിൽഡപ്പ് അങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, വോയിസ് ചാനൽസും അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ റോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, അത് ആഡ് ചെയ്യാനും പഠിച്ചു. റോൾസിൻ്റെ പെർമിഷൻ കുറച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കണം. ഇതേ ഇവിടെ ഓണർ പെർമിഷൻ ഒക്കെ എല്ലാം എനേബിൾ ചെയ്ത് വെക്കണം, എക്സെപ്റ്റ് ദാറ്റ് പ്രയോറിറ്റി സ്പീക്കർ എന്നുള്ളത് ഒഴികെ ബാക്കിയൊക്കെ എനേബിൾ ചെയ്ത് വെക്കണം. കാരണം നമ്മുടെ ഓണർക്ക് എല്ലാ പെർമിഷനും വേണമല്ലോ. പിന്നെ പിന്നെ നമ്മുടെ മെമ്പർ എന്ന് വെച്ചാൽ പുതുതായിട്ട് ജോയിൻ ചെയ്യണ ഒരാൾക്കാണ് ഞാൻ മെമ്പർ ടാഗ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർ ഡിസ്പ്ലേ റോൾ മെമ്പേഴ്സ് സെപ്പറേറ്റ്ലി ഫ്രം ഓൺലൈൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ വ്യൂ ചാനൽ എക്സ്ക്ലൂഡിങ് പ്രൈവറ്റ് ചാനൽസ്. നമ്മൾ പ്രൈവറ്റ് ചാനൽ എന്താണെന്ന് ഇപ്പം തന്നെ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ആക്കുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന് മുമ്പ് ഇതൊക്കെ ഡിസ്പ്ലേ റോൾ മെമ്പേഴ്സും വ്യൂ ചാനൽസ് ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവും, നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അതിനുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു റോളും കൂടി ഉണ്ടാക്കാം. ഇത് നിങ്ങൾക്ക് പ്രൈവറ്റ് സെർവറിൻ്റെ പഠിക്കാൻ ആവശ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് ഇത് മെമ്പർ അതുപോലെ ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഞാൻ വെറുതെ ന്യൂ റോൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു പ്രൈവറ്റ് സെർവർ. പ്രൈവറ്റ് വോയിസ് ചാനൽ. ഓക്കെ, അപ്പോൾ വോയിസ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ജനറൽ പ്രൈവറ്റ്. ഓക്കെ, പ്രൈവറ്റ് ചാനൽ എന്നുള്ളത് ഇനേബിൾ ചെയ്യാം. ഫോണിലാണെങ്കിൽ ചിലപ്പോൾ ഇത് ഉണ്ടാവത്തില്ല, അത് നമുക്ക് സെറ്റിങ്സിൽ മാറ്റാൻ പറ്റുന്നതാണ്. അതും കൂടി ഞാനിപ്പോൾ തന്നെ ഇതിൽ പറഞ്ഞുതരാം. അതായത് ഫോണിലേക്കൂടെ അല്ല, അതായത് PC വഴി ഫോണിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞുതരാം. ക്രിയേറ്റ് ചാനൽ അടിക്കുക. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, നമ്മൾ ഓൾറെഡി പ്രൈവറ്റ് ഇനേബിൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഓൾറെഡി ഓണർ ആയതുകൊണ്ട്, ഓണർ എന്നുള്ള റോൾ എനിക്ക് ഉള്ളതുകൊണ്ട് ഓണർ എന്നുള്ള റോളിന് പെർമിഷൻ ഉണ്ട്. ദാറ്റ് ജനറൽ പ്രൈവറ്റ് കയറാൻ പെർമിഷൻ ഉണ്ട്. പിന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മെമ്പർ ഉണ്ട്, ന്യൂ റോളും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇനേബിൾ ചെയ്താൽ മാത്രമേ അവർക്ക് കാണാനും പറ്റത്തുള്ളൂ, കയറാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ മെമ്പർ ഇനേബിൾ ചെയ്യാണ്. ന്യൂ റോൾ കിട്ടിയ ഒരാൾക്ക് എങ്ങനെ ഉണ്ടാകുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതേ ഇവിടെ ഒരു വോയിസ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇവിടെ ഒരു ചെറിയൊരു ലോഗ് ബട്ടൺ പോലുള്ള ഒരു സാധനം കാണുന്നുണ്ട്. പിന്നെ ഇതിനെ എഡിറ്റ് ചാനൽ ക്ലിക്ക് ചെയ്യാം. നമുക്കത് വെച്ചിട്ട് മനസ്സിലാക്കാനാണ് വേണം. ഇതിലിപ്പോൾ ഇങ്ങനെ കാണാം, ഇപ്പോൾ പ്രൈവറ്റ് ചാനൽ ഇനേബിൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓണർക്കും മെമ്പർക്കും മാത്രം പെർമിഷൻ ഉണ്ട്. അറ്റ് എവരി വൺ മീൻസ് നമ്മൾ ജോയിൻ ചെയ്യണ ഒരാൾക്ക് ഇത് കാണാനുള്ള പെർമിഷൻ ഇല്ല. അറ്റ് എവരി വൺ മീൻസ് ഇതൊക്കെ ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. ഈ അറ്റ് എവരി വൺ എന്നുള്ളത് ഡിഫോൾട്ടാണ്. അത് വ്യൂ ചാനൽ പെർമിഷനുള്ള, പിന്നെ കണക്ട് ചെയ്യാനുള്ള പെർമിഷനും ഇല്ല. അത് നമ്മൾ പ്രൈവറ്റ് ഇനേബിൾ ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ. മെമ്പർ നോക്കുകയാണെങ്കിൽ വ്യൂ ചാനലും കണക്റ്റിനും പെർമിഷൻ ഓൾറെഡി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഈ സംഭവം എന്ന് വെച്ചാൽ മെമ്പർ എന്നുള്ള റോളിന് മാത്രമേ അതിൽ മെമ്പർക്കും അതിൻ്റെ ടോപ്പിലേക്കുള്ള റോൾസ് കയറാനാകത്തുള്ളൂ. ഓക്കെ, നമുക്കിനി ന്യൂ റോള് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമില്ലേ, ന്യൂ റോള് എന്ന റോൾ ഉള്ള ഒരാൾക്ക് എങ്ങനെ ഉണ്ടാവും നമ്മുടെ സെർവർ കാണുമ്പോൾ എന്ന് ഞാൻ കാണിച്ചു തരാം. അവർക്ക് ആകെ ഇത്രയും സാധനമേ കാണത്തുള്ളൂ, നമ്മളെ ജനറൽ പ്രൈവറ്റ് കാണത്തില്ല. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ ചെയ്യാനാവും. പിന്നെ വേറൊരു ഇത് കൂടി ഉണ്ട്, എന്താ വെച്ചാൽ ഈ ജനറൽ പ്രൈവറ്റിൻ്റെ സെറ്റിങ്സ് പോയിട്ട് പെർമിഷൻ എടുത്തതിന് ശേഷം അറ്റ് എവരി വൺ തന്നെയാണ് ഉള്ളത്. അറ്റ് എവരി വണ്ണിൽ വ്യൂ ചാനൽ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് കണക്റ്റ് ഉള്ള ഡിസേബിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ആ റോൾ എടുത്തിട്ട്, അതായത് അറ്റ് എവരി വൺ റോളാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ന്യൂ റോൾ ആഡ് ചെയ്തിട്ട് കണക്റ്റ് എന്നുള്ളത് ഓഫാക്കി ഇട്ടാൽ മതി. എന്നിട്ട് വ്യൂ ചാനൽ എന്നുള്ളത് ഇനേബിൾ ചെയ്തിട്ടാൽ മതി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവർക്ക് ലോക്കായിട്ട് ഇവിടെ ആക്സസ് ഇല്ല. ഇവർക്ക് ക്ലിക്ക് ചെയ്താലും ആക്സസ് ഇല്ല. അപ്പം അങ്ങനെയാണ് അതിലുണ്ടാവുക.
അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, അതായത് ഈ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഇതുവരെയുള്ള കണ്ടന്റ് ഇട്ടതിൻ്റെ അത്ര പോരെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്താലും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പെയ്ഡ് ഡിസ്കോഡ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട്, വലിയ രീതിയിലൊന്നുമല്ല, ഇപ്പോൾ ചെറുതായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ അതുപോലെ അടുത്തതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് മെമ്പർ എന്നുള്ള ഒരു ടാഗ് ഓട്ടോമാറ്റിക്കായിട്ട് ബോട്ട് കൊടുക്കുന്നതാണ്. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ഒക്കെ ജസ്റ്റ് ചാനൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അവർക്ക്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ മാക്രി സൈനിങ് ഔട്ട്. ബൈ.